കൃഷി കൂടുതൽ ലാഭകരമാക്കുന്നതിനും അതുവഴി കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വാഴയെ സംബന്ധിച്ചിടത്തോളം 100-ൽ പരം വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നിലവിലുണ്ട്. ഇവ ശരിയായി ഉപയോഗിച്ചാൽ പുതിയൊരു സംരംഭകത്വ സാധ്യത ഒരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ആദ്യമായി മണ്ണിനടിയിലുള്ള ഭാഗമായ വാഴമാണത്തിൽ നിന്നും തുടങ്ങാം. ഇതിൽ നിന്നും വാഴക്കല്ല അച്ചാർ, വാഴക്കല്ല ക്യാൻഡി എന്നിവ ഉണ്ടാക്കാം. ഇനി വാഴപ്പിണ്ടിയിലേക്ക് വന്നാൽ അതിൽ പ്രധാനപ്പെട്ടത് വാഴപ്പിണ്ടി ജ്യൂസും ജ്യൂസ് സോഡയുമാണ്. ഇതിനു പുറമെ വാഴപ്പിണ്ടി അച്ചാർ, ക്യാൻഡി, കൊണ്ടാട്ടം തുടങ്ങിയവയും ഉണ്ടാക്കിയെടുക്കാം. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ അനവധിയാണ്. വാഴപ്പോളയിലേക്ക് വന്നാൽ വാഴനാര് വേർപെടുത്തി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് വിവിധങ്ങളായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം. കൂടാതെ വാഴനാരിനെ നൂലാക്കി മാറ്റി സാരി വരെ നെയ്തെടുക്കാം. ബാക്കി വരുന്ന പോള കൊണ്ട് പേപ്പർ, കാർഡ്ബോർഡ്, കോമ്പോസിറ്റ് ബോർഡ് എന്നിവയും നിർമ്മിക്കാം. ഇനി കുലയിലേക്ക് വന്നാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഓർമ്മ വരുന്നത് വിവിധ തരം ഉപ്പേരികളാണ്. ഇതിനു പുറമെ കുന്നൻകായയുടെ പച്ചക്കായ ഉണക്കിപ്പൊടിച്ച് ചെറിയ കുട്ടികൾക്ക് കുറുക്കായി കൊടുത്തു വരുന്നു. ഉണക്കിപ്പൊടിച്ച നേന്ത്രക്കായ ഉപയോഗിച്ച് കുക്കീസ്, കേക്ക്, പുട്ടുപൊടി, സൂപ്പ് മിക്സ്, ഹെൽത്ത് മിക്സ്, ബർഫി, മൈസൂർ പാവ്, ഹൽവ തുടങ്ങിയവ ഉണ്ടാക്കാൻ കഴിയും. ചെറുപഴങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് ക്രഷ്, സിറപ്പ്, നെക്ടർ, ബനാന, ഹണി ഡ്രിങ്ക്, കോടിയേൽ, സ്ക്വാഷ്, RTS തുടങ്ങിയ പാനീയങ്ങളും ബനാന സോഡയും ഉണ്ടാക്കാവുന്നതാണ്. പാളയംകോടൻ പഴത്തിൽ നിന്ന് ജെല്ലിയും ചെറുപഴങ്ങളുടെ പൾപ്പ് ഉപയോഗിച്ച് ഐസ്ക്രീം, ജാം തുടങ്ങിയ ഉൽപ്പന്നങ്ങളും പഴമുണക്കി ഫിഗും ഉണ്ടാക്കാം. നേന്ത്രപ്പഴ പൾപ്പ് ഉപയോഗിച്ച് ടോഫിയും പായസം മിക്സും പഴം വരട്ടിയും ക്യാൻഡിയും പഴം ബാറും ഉണ്ടാക്കാം. വാഴച്ചുണ്ട് അഥവാ കുടപ്പൻ ഉപയോഗിച്ച് അച്ചാർ, കുക്കീസ് തുടങ്ങിയവ ഉണ്ടാക്കാം. ഇങ്ങനെ നോക്കിയാൽ വാഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100-ൽ പരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇവയുപയോഗിച്ച് പുതിയ സംരംഭങ്ങളും കൂടുതൽ വരുമാനവും നേടിയെടുക്കാം.